നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഞ്ചമി തിഥി. വരാഹിദേവി വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് പഞ്ചമി തിഥി എന്ന് പറയുന്നത്. അമാവാസ കഴിഞ്ഞു വരുന്ന 5-ാമത്തെ ദിവസത്തെ വളർപ്പിറ പഞ്ചമി എന്നും പൗർണമി കഴിഞ്ഞു വരുന്ന 5-ാമത്തെ ദിവസത്തെ തേയ്പിറ പഞ്ചമി എന്നും പറയും. അങ്ങനെയാകുമ്പോൾ ഇന്ന് വളർപ്പിറ പഞ്ചമി തിഥിയാണ്. ശനിയാഴ്ചയോടുകൂടി വരുന്ന പഞ്ചമി തിഥി ആയതിനാൽ തന്നെ ഇന്നത്തെ വഴിപാടുകൾക്കും മന്ത്രജപങ്ങൾക്കും താന്ത്രികങ്ങൾക്കും അനേകായിരം ഫലങ്ങളാണ് നമ്മളെ തേടി വരുന്നത്. ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന കാര്യം, നിങ്ങൾക്ക് പീരിയഡ്സ് ആണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും പുരവാലായ്മ ഉണ്ടെങ്കിലും ചെയ്യാവുന്ന ഒരു താന്ത്രിക രീതിയാണ്. പണതടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയും നമ്മുടെ ജീവിതത്തിലുള്ള നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയും ശത്രുദോഷത്തെ മാറ്റി നിർത്തുവാൻ വേണ്ടിയും ചെയ്യുന്ന ഒരു താന്ത്രിക രീതിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുവാൻ പോകുന്നത്. ഇനി അതുപോലെ തന്നെ പഞ്ചമി വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും പഞ്ചമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ദേവിയുടെ മന്ത്രജപങ്ങൾ ചൊല്ലുന്നവരാണെങ്കിലും സാരമില്ല, ഇന്ന് ഈ താന്ത്രികം അവർക്കും കൂടി ചെയ്യാവുന്നതാണ്. മാത്രമല്ല, വേറെ ഏതെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, താന്ത്രികങ്ങൾ ചെയ്യുന്നവർ ഉണ്ടെങ്കിലും കൂടി അവർക്കും ഇന്ന് ഈ ഒരു രീതി പിന്തുടരാവുന്നതാണ്. ഇന്ന് ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ടു മുന്നേ ഉള്ള സമയമാണ്. നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ്, ഏതൊരു താന്ത്രികങ്ങൾക്കും അതിൻ്റേതായ ഫലം ലഭിക്കണമെന്നൊരിക്കെ, അല്ലെങ്കിൽ ഏതൊരു മാനിഫെസ്റ്റേഷനും സ്വിച്ച് വേർഡുകൾക്കും അതിൻ്റെ ഫലം പൂർണ്ണമായും ലഭിക്കണമെന്നിരിക്കെ ഒന്നുകിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ, അതുമല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടൻ, ഈ 2 സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫലം തരുന്ന സമയമായിട്ട് കരുതപ്പെടുന്നത്. അതിനാൽ നിങ്ങൾക്ക് ഇന്ന് മുഴുവനായും പഞ്ചമി തിഥി ഉള്ളതിനാൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഈ താന്ത്രിക മുറ പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. എപ്പോഴും പണതടസ്സമാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ കടം പ്രശ്നങ്ങൾ കൂടി വരികയാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, വാങ്ങിയ കടം തിരികെ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവർ, അതുപോലെ തന്നെ നമുക്ക് ഒരു മാസം കഴിഞ്ഞാണെങ്കിലും ഒരു വലിയ തുക ആവശ്യമുണ്ട്, ആ തുകയ്ക്ക് ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കെല്ലാവർക്കും ഫലം തന്നനുഗ്രഹിക്കുന്ന ഒരു താന്ത്രിക രീതിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. ഇതിനായി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ സിപ്ലോക്ക് കവറോ അല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണമോ ആണ്. ആ പേപ്പർ കഷ്ണത്തിൽ നമുക്ക് 1 രൂപ നാണയം, ഒരു മഞ്ഞൾ കഷ്ണം, ഒരു ചന്ദനവില്ല, ഇവ 3മാണ് അത്യാവശ്യമായും വേണ്ടത്. ഇത് നമുക്ക് ആദ്യം തന്നെ മാറ്റിവെച്ച് കൈയും മുഖവും കഴുകി വന്ന് നമ്മുടെ വീട്ടിലെ മുറിയിൽ ഇരുന്നു കൊണ്ട്, നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ടാണോ ഈ താന്ത്രികം ചെയ്യുവാൻ താല്പര്യം അവിടെ ഇരിക്കാം. ഇനി കട്ടിലിലാണ് ഇരിക്കാൻ താല്പര്യമെങ്കിൽ കട്ടിലിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ 3 സാധനങ്ങളും നമ്മുടെ വലത് ഉള്ളം കയ്യിൽ മടക്കി പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് ശ്രീ മാത്രേ നമ, ശ്രീ മാത്രേ നമ, ശ്രീ മാത്രേ നമ എന്നുള്ള ഈ മന്ത്രം 5 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. 5 പ്രാവശ്യം ചൊല്ലുമ്പോഴും നമ്മുടെ ഉള്ളം കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 സാധനങ്ങളും ഉണ്ടാകണം. ഈ 3 സാധനങ്ങളും നമ്മുടെ കൈകളിൽ വെച്ച് ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മുടെ പണതടസ്സങ്ങൾ മാറിക്കിട്ടും, നമ്മുടെ ജീവിതത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ഇല്ലാതാകും, അതുപോലെ തന്നെ നമുക്ക് വരുവാനുള്ള പണം നമ്മളെ വന്നു ചേരുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഇത് വെച്ച് ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേപ്പറിലോ ഒരു കവറിലോ ഇട്ട് നമുക്ക് ഇതിനെ നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തലയണയ്ക്കു താഴെ വയ്ക്കാം. കട്ടിലിലാണെങ്കിലും താഴെ തറയിൽ കിടക്കുന്നവരാണെങ്കിലും തലയണ വെച്ച് കിടക്കുന്നവരുടെ തലയണയ്ക്ക് താഴെയോ അല്ലെങ്കിൽ ആ പില്ലോ കവറിനകത്തേക്കോ നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് ഈ പഞ്ചമി മുതൽ അടുത്ത പഞ്ചമി വരേക്കും, അതായത് അടുത്ത പൗർണമി തിഥി കഴിഞ്ഞു വരുന്ന 5-ാം ദിവസത്തെ പഞ്ചമി തിഥി വരേക്കും നമ്മുടെ തലയണയ്ക്ക് താഴെ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ വെച്ചു കിടക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ അനുഭവിക്കുന്ന സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾ അടുത്ത പഞ്ചമി തിഥി ആകുന്ന സമയത്ത് ആ ദിവസം പഞ്ചമി ദിവസം രാവിലെ ഉണർന്നെഴുന്നേറ്റ് കുളി കഴിഞ്ഞതിനു ശേഷം ഈ ചന്ദനവും അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഞ്ഞളും നമ്മൾ ഇതിനെ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ്. ആ 1 രൂപ നാണയം
നമ്മുടെ വീടിനടുത്തുള്ള ഏതൊരു ക്ഷേത്രത്തിൽ വേണമെങ്കിലും നമുക്ക് കാണിക്ക വഞ്ചിയിൽ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ്. അതേ ദിവസം വൈകുന്നേരം വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു താന്ത്രിക രീതി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ 15 ദിവസത്തിനുള്ളിൽ, അതായത് ഈ പഞ്ചമി മുതൽ ഇനി വരുന്ന അടുത്ത തേയ്പിറ പഞ്ചമി എന്ന് പറയുന്നതിൻ്റെ 15 ദിവസമാണ്. ഈ 15 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതും നമുക്ക് വരുവാനുള്ള പണങ്ങൾ വന്നു ചേരുന്നതും നമ്മുടെ മനസ്സ് ശാന്തമാകുവാനും നമുക്ക് ടെൻഷനുകളൊന്നുമില്ലാതെ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുവാനും സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട താന്ത്രിക രീതിയാണ് ഇത്. ഇത് വരാഹി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ കടം പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത താന്ത്രിക മെത്തേഡാണ്. 1 രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള 1 രൂപ നാണയം, 1 കഷ്ണം മഞ്ഞൾ, 1 ചന്ദനവില്ല, ഇവ 3മായിട്ടായിരിക്കണം നമ്മൾ ഇതിന്ന് ചെയ്യേണ്ടത്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ മഞ്ഞൾ കഷ്ണമോ ചന്ദനവില്ലകളോ ഇല്ല എന്നിരിക്കെ ചന്ദനത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. മഞ്ഞളിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാവുന്നതാണ്. ശുദ്ധമായ മഞ്ഞൾപ്പൊടി കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് എടുക്കാവുന്നതാണ്. കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കരുത്. ഇനി അഥവാ ഇതില്ല എന്നിരിക്കെ നമുക്ക് അടുത്ത പഞ്ചമി തിഥിയിൽ ഈ താന്ത്രികം ചെയ്തു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രീ മാത്രേ നമഃ എന്നുള്ള മന്ത്രം നിത്യവും പൂജാമുറിയിൽ ദീപം തെളിയിക്കുന്ന സമയത്ത് 21 പ്രാവശ്യമോ 108 പ്രാവശ്യമോ ചൊല്ലുന്നതിലൂടെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും വരാഹി ദേവിയുടെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ താന്ത്രികത്തിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിലും പോലും നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുവാനെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കുക. എത്രയോ വഴിപാടുകൾ ചെയ്തു, എത്രയോ താന്ത്രികങ്ങൾ ചെയ്തു, എന്തെല്ലോമോ പൂജാരീതികൾ ചെയ്തു, എന്നിട്ടും ഫലം കിട്ടാത്തവർക്ക് പോലും ഫലം കൊടുത്ത ഒരു താന്ത്രിക രീതിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. വെറുതെ ഒന്ന് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടങ്ങളും വന്നു ചേരുവാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ പറയുന്നത്, നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത താന്ത്രിക രീതിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വരയ്ക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. കാരണം ഇന്ന് രാത്രി മുഴുവനായിട്ടും നമുക്ക് പഞ്ചമി തിഥി ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത് പഞ്ചമി തിഥി ഉള്ള സമയത്തു തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള താന്ത്രിക രീതികൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ, അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമഃ.